കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും ചൈതന്യ ചൈതക്കാട്ടുള്ളിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? ഇഷ്ടം, എനിക്കിഷ്ടം, ആരോടും തോന്നാത്തൊരിഷ്ടം, ആദ്യമായി തോന്നിയൊരിഷ്ടം. കുഞ്ഞാറ്റ് ഇപ്പൊ എന്തെടുക്കുമായിരിക്കും? ഈ സെക്കൻഡ് സാറ്റർഡേ കൂടി ഒന്ന് ക്ലാസ് വെച്ചാൽ എന്താ ഇവർക്ക്? നേരത്തെ ആണെങ്കിൽ സ്കൂളിലോട്ട് പോകണമെന്നേ ഇല്ലായിരുന്നു. ഇപ്പൊ എങ്ങനെ സ്കൂളിലോട്ട് പോകാന്ന് വിചാരിച്ചിരിക്കുവാ ഞാൻ. ഇതിനിടക്കൊക്കെ ഈ അവധികളൊക്കെ എന്ത് കാര്യത്തിനാണാവോ? ഞാനിനി എങ്ങനെയാ അവളെ ഒന്ന് കാണുക? ഓർത്തിട്ട് രക്തം പിടിയും കിട്ടണല്ലോ എന്റെ കൃഷ്ണ. കണ്ണ, നീ നേരത്തെ എഴുന്നേറ്റോ? എങ്ങനെ കാണും? കണ്ണ, നീ ഈ ലോകത്തൊന്നുമല്ലേ? ഞാൻ നിന്നോട് വർത്താനം പറയണമെന്ന് നീ കേൾക്കുന്നില്ലേ? ഞാൻ കേട്ടില്ലമ്മേ. ഞാൻ സ്കൂളിൽ ഓരോ കാര്യമൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. അമ്മ എന്താടി ചോദിച്ചേ? ഒന്നുമില്ല. ഇതിന് മാത്രം എന്താണാവോ സ്കൂളിലെ കാര്യങ്ങൾ ആലോചിക്കാൻ? അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പഠിത്തവും ക്ലാസ്സും ഒന്നും അല്ല ഇപ്പൊ ഉള്ളത്. ഇപ്പോഴത്തെ സബ്ജക്റ്റ് ഒക്കെ പഠിച്ചെടുക്കാൻ എന്ത് പാടാന്നറിയാവോ? പഠിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ അതിന്റെ ഓരോ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നേ. ഓഹോ, നീ പഠിക്കാനൊക്കെ തുടങ്ങിയോ? അമ്മ എന്നെ കളിയാക്കിയതാണോ അതോ സീരിയസ് ആയിട്ട് ചോദിച്ചതാണോ? ഞാനെന്തിനാ നിന്നെ കളിയാക്കുന്നേ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ഇതിനു മുമ്പ് പഠിക്കണ കാര്യം പറയുമ്പോഴത്തേക്കും നിനക്ക് ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ആയിരുന്നല്ലോ. ഞാൻ പഠിച്ചോളാം, എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ പഠിത്തത്തിന്റെ കാര്യം ഓർത്ത് വേവലാതിപ്പെടുന്നോണ്ട് ചോദിച്ചതാ. അത് പിന്നെ ആരാമ്മ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തെ? എല്ലാ പ്രാവശ്യവും പാരന്റ്സ് മീറ്റിങ്ങിന് വന്നിട്ട് നിങ്ങൾ സങ്കടപ്പെട്ടല്ലേ പോകുന്നേ? ഇതൊക്കെ കണ്ടോണ്ടല്ലേ അമ്മ ഞാൻ നിൽക്കുന്നേ. എല്ലാവരുടെ അച്ഛനമ്മമാരും സന്തോഷിച്ചു പോകുന്ന പോലെ നിങ്ങളും പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ടമ്മ. പക്ഷേ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അമ്മേ, ഞാൻ അമ്മേനോട് ഒരു കാര്യം ചോദിക്കട്ടെ? അമ്മ അത് അച്ഛനോട് ചോദിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരാവോ? ആദ്യം നീ കാര്യം എന്താന്ന് പറ. കാര്യം അറിയാതെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പേരിൽ നീ എനിക്കൊരു സമാധാനവും സ്വസ്ഥതയും തരത്തില്ല. കാര്യം എന്താന്ന് പറയാതെ ഞാൻ നിനക്ക് ഒരു ഉറപ്പും തരാൻ പോകുന്നില്ല. അതൊന്നുമില്ലമ്മ. ഞാനിപ്പോ പഠിക്കാൻ തുടങ്ങിയപ്പോ കുറെ ഡൗട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ എനിക്കൊന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. അപ്പൊ എന്നെ ഒന്ന് ട്യൂഷന് വിടാവോ? അച്ഛനോട് അമ്മ കാര്യം ചോദിക്കാവോ? ട്യൂഷനോ? ഇവിടെ ഇത്രയധികം ആൾക്കാർ നിന്നെ പഠിപ്പിക്കാനുള്ളപ്പോ നീ എന്തിനാ ട്യൂഷന് പോകുന്നേ? നിന്നെ കല്ലി ചേച്ചിയോ കിച്ചു ചേട്ടനോ പഠിപ്പിക്കുമല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ അച്ഛൻ വന്നു കഴിയുമ്പോൾ അച്ഛനായാലും പറഞ്ഞു തരും. പിന്നെ പ്രത്യേകിച്ച് ഇതിന്റെ പേരിൽ ട്യൂഷന് പോകേണ്ട ആവശ്യമുണ്ടോ നിനക്ക്? ഉണ്ടമ്മേ. എനിക്ക് നിങ്ങളെ പഠിപ്പിക്കുമ്പോഴത്തേക്കും അത്ര കറക്റ്റ് ആയിട്ട് പഠിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നിങ്ങളോട് ഞാൻ ആ കളിയും ചെയ്യും തമാശയും എനിക്ക് 100 അടവ് പറഞ്ഞ് ഞാൻ പിടിച്ചു നിൽക്കും അമ്മ. ഈ ട്യൂഷൻ ക്ലാസ്സിലാകുമ്പോ അതൊന്നും പറ്റില്ലല്ലോ. എന്താണ് അമ്മയും മകനും കൂടി ഇവിടെ ഒരു ഗൂഢാലോചന എന്നെ കൂട്ടാതെ? അതൊന്നുമില്ല. കണ്ണൻ പറയണ അവനിപ്പോ പഠിക്കാൻ തുടങ്ങിയതുകൊണ്ടേ അവന് ഒത്തിരി ഡൗട്ടൊക്കെ ഉണ്ട്. അവനൊന്ന് ട്യൂഷന് വിടുവാന്നാ ചോദിക്കുന്നേ. ട്യൂഷന് പോകണതൊക്കെ നല്ലതാ. പക്ഷെ അത് വേണ്ടമ്മ, ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം. അത് വേണ്ട ചേച്ചി. ചേച്ചിക്കാണെങ്കിൽ പഠിക്കാൻ ഒത്തിരി ഉണ്ട്. കിച്ചുചേട്ടനും ഉണ്ട് ഒത്തിരി പഠിക്കാൻ. പിന്നെ കാത്തു കുഞ്ഞതുകൊണ്ട് അവർക്ക് ഇച്ചിരിയേ പഠിക്കാനുള്ളൂ. അച്ഛൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചാണ് വന്നത്. അമ്മയ്ക്കാണെങ്കിൽ അതെ, അമ്മയ്ക്ക് അടുക്കളയിൽ പിന്നെ ഒരു 100 കൂട്ടം ജോലിയുണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 4 മക്കളെ നോക്കിക്കഴിയുമ്പോ അമ്മ ക്ഷീണിക്കും. അമ്മക്ക് കുറച്ചു നേരമെങ്കിലും റെസ്റ്റ് വേണ്ടേ?
അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്തൊക്കെ വന്നാലും ഇവന്റെ അനിയനല്ലേ. ഇവന്റെ ഒരുമാതിരിപ്പെട്ട കള്ളത്തരമൊക്കെ എനിക്കറിയാം. ഇതിലെന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ട്. ട്യൂഷന് പോണത് അത്ര ആത്മാർത്ഥതയോടു കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പുറകിൽ എന്തോ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. ഒന്ന് പോയിക്കോണം അവിടുന്ന്. എനിക്ക് കള്ളത്തരമൊന്നുമില്ല. അമ്മേനോട് ചോദിച്ചു നോക്ക്. ഞാനിപ്പോ അത്യാവശ്യം നന്നായിട്ട് പഠിക്കണൊക്കെ ഉണ്ട്. ഓ, ഒരു കള്ളത്തരം. ചേച്ചിയുടെ മനസ്സിൽ കള്ളത്തരം ഉള്ളതുകൊണ്ടല്ലേ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നേ. ചേച്ചി ഒന്ന് പോയി ചേച്ചിക്ക് ചെയ്യാനുള്ള പണി ചെയ്തേ. ചേച്ചി വെറുതെ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെട്ട് ബുദ്ധിമുട്ടുന്നേ? സമയവും കളയണ്ട. പോയിക്കേ. ആ, നടക്കട്ടെ നടക്കട്ടെ. അമ്മേ, ഒരു കാര്യം, ഇവന്റെ കള്ളത്തരത്തിലൊന്നും അമ്മ വീഴരുത് കേട്ടോ. എടാ, കല്ലു പറഞ്ഞ സത്യാണോ? എന്തെങ്കിലും കള്ളത്തരം വെച്ചോണ്ടാണോ നീ ട്യൂഷന് പോണെന്നൊക്കെ പറയണേ? അത് ശരി. ഇപ്പൊ വന്ന് വന്ന് അമ്മയ്ക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലാതായല്ലേ? എന്ത് കള്ളത്തരാണെന്ന് നിങ്ങൾ പറയുന്നത്? എനിക്ക് കള്ളത്തരൊന്നും ഇല്ല. ആ, അച്ഛൻ വരട്ടെ, അച്ഛനോട് ചോദിച്ചിട്ട് പറയാം. ഇനി വേറൊന്നും പറയാനില്ലല്ലോ. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. ആ, എന്നാ അമ്മ പൊക്കോ. ഓ, അമ്മേനൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചോണ്ട് വരുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എവിടുന്നാണാവോ ഈ കുരിപ്പ് പിടിച്ച ചേച്ചി കയറി വന്നത്. ഈ ചേച്ചി കാരണം എന്റെ എല്ലാ പ്ലാനും അവതാളത്തിലാവുന്ന തോന്നുന്നേ. അമ്മ ഞാൻ പറഞ്ഞ കള്ളത്തിലെല്ലാം വിശ്വസിച്ച് വരുമായിരുന്നു. ഓ, അതിന്റെ ഇടയ്ക്ക് ഇറങ്ങിക്കോളൂ ഇതുപോലത്തെ ഒരു ചേച്ചിയൊക്കെ. ഇതുപോലുള്ളൊരു ചേച്ചിനൊന്നും ആർക്കും കൊടുക്കല്ലേ എന്റെ കൃഷ്ണ. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ കേട്ടോ. അടുത്ത നല്ലൊരു എപ്പിസോഡാണ്. നമുക്ക് നാളെ കാണാം. പിന്നെ നിങ്ങൾക്ക് കുഞ്ഞാച്ചനെ എനിക്ക് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ള എന്തെങ്കിലും ഒരു ഐഡിയ, എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാനുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ. അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് ഞാൻ വീഡിയോസിലൂടെ പറയാം.